പ്രൈസ് ലോർഡ്. അരോമ ടിവിയിലെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലെ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. നിങ്ങളോടൊപ്പം വീണ്ടും ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾക്ക് ഇപ്രകാരമായിരിക്കുവാൻ വലിയവനായ ദൈവം ഒരുക്കി തന്ന നല്ല അവസരങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുന്നതിന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിൻ്റെ ദാസി അന്നമ്മ പത്രോസ് ആൻറ്റിയാണ്. അന്നമ്മ പത്രോസ് ആൻറ്റിയെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ലോർഡ് ആൻറ്റി. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നോ? സന്തോഷമായിരിക്കുന്നു. ഓക്കെ ആകട്ടെ. ആന്റി എവിടെ നിന്നാണ് ഇപ്പൊ ജോയിൻ ചെയ്തിരിക്കുന്നത് പറയാമോ? ഞാന് വെണ്ണിക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓക്കെ. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് എൻ്റെ ഭർത്താവുണ്ട്. ചതൻ ജോലിക്ക് പോയി. എനിക്ക് ഒരു മോനുണ്ട്. മോൻ വിവാഹം കഴിഞ്ഞു. 4 വർഷമായി. കുഞ്ഞുങ്ങളില്ല. മരുമോള് ഒരു ചെറിയ ജോലിക്ക് പോയി. കൊച്ചുമോള് ഇപ്പൊ എൻ്റെ കൂടെ ഉണ്ട്. അവള് ജോലിക്കൊന്നും പോകുന്നില്ല. എനിക്ക് സുഖമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ വീട്ടിൽ പാർക്കുന്നു. ആന്റിയെ പരിചയപ്പെടുത്തിയത് വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അരോമ ടിവിയിലേക്ക് ആന്റിയെ ക്ഷണിച്ചിരിക്കുകയാണ്. ആന്റിക്ക് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം തുടർമാനമായിട്ട് സംസാരിക്കാം. ഞാന് എൻ്റെ വീട് ചിറ്റാർ എന്ന് പറയുന്ന സ്ഥലത്താണ്. നന്നായി ചെറുപ്രായത്തിലെ കർത്താവിനെ കാണുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. 18-ാമത്തെ വയസ്സിൽ എൻ്റെ കർത്താവിനെ ഞാൻ കണ്ടുമുട്ടി. ശേഷം ഞാൻ എൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞു. 1993 എൻ്റെ വിവാഹം കഴിഞ്ഞു. ഞാൻ ബോംബെയിലേക്ക് വന്നു. എൻ്റെ പ്രിയപ്പെട്ടവന് ശരിക്കും ഒരു മദ്യപാനിയായിരുന്നു. ബോംബെയിലെ പെനിയൽ എന്ന് പറയുന്ന ഒരു ചർച്ചിൽ ഞാൻ ആരാധനയ്ക്ക് പോകുമായിരുന്നു. അതിന് മോനെ പ്രസവത്തിന് നാട്ടിലേക്ക് തിരിച്ചു വന്നു. 95 ദൈവം എനിക്കൊരു മകനെ തന്നു. അത് കഴിഞ്ഞതിന് ശേഷമുള്ള സന്ദർഭങ്ങളിലൊക്കെ കർത്താവിന്റെ ആലോചന എന്തെന്ന് തിരക്കാതെ ചോദിക്കാതെ എൻ്റെ ലക്ഷ്യം എൻ്റെ മകനെ വളർത്തുക, അവന് നല്ല സാഹചര്യങ്ങൾ ഉണ്ടാകുക, അവന് വീടുണ്ടാകുക, അവന് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക. ഈ ഒരു ലക്ഷ്യത്തോടെ ഞാൻ ബോംബെയുടെ പ്രദേശത്തേക്ക് പോയി, ഗൾഫിന്റെ പ്രദേശത്തേക്ക് പോയി, ദുബൈയിലേക്ക്. ഭൗതിക നന്മ പ്രതീക്ഷിച്ചു പോയി. പക്ഷേ ഉടുത്തോണ്ട് പോയ ആ ഒരു സാരിയോടെ തിരിച്ചു പോരേണ്ട ഒരവസ്ഥ ദൈവം എനിക്ക് വരുത്തി വെച്ചു. കാരണം മരുഭൂമിയിലേക്ക് എന്നെ കൊണ്ടുപോയി അവിടെ വെച്ച് യഹോവ എന്നോട് സംസാരിച്ചു. അത് മരുഭൂമിയുടെ അനുഭവം ഞാൻ ഒരുപാട് അടുത്തറിഞ്ഞു. അവിടെ വെച്ച് പല പ്രാവശ്യം ഞാൻ ആത്മഹത്യക്ക് ഒരുങ്ങി. ഒരുപാട് എന്നെ കൊണ്ടുപോയ വ്യക്തികളിൽ നിന്ന് ഒരുപാട് ഉപദ്രവം സഹിക്കേണ്ടി വന്നു. ഞാൻ പല പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ചു. ലക്ഷ്യമില്ലാതെ വീണ്ടും നാട്ടിലേക്ക് തിരിച്ചു വന്നു. അപ്പോഴും എൻ്റെ ചിന്ത എന്ന് പറയുന്നത് എൻ്റെ മകന് വീട് വേണം, അവന് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി കടന്നുപോയി. ചില ദിവസങ്ങളും മാസങ്ങളും ഒക്കെ കഴിഞ്ഞുപോയി. പക്ഷെ ദൈവം എന്നെ കൈവിട്ടില്ല. ദൈവം എന്നെ ആ നിലകളിലേക്ക്, എൻ്റെ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ദൈവം എന്നെ ഉപയോഗിക്കുവാൻ തുടങ്ങി. അത് ദൈവത്തിന്റെ പദ്ധതിയാണെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കുവാൻ വലിയ വൈകി. ഞാൻ അവസാനം ഇങ്ങനെ ഒരുപാട് ജോലികൾക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടലുണ്ടായി. ഞാന് ഒരു 2 നില വീടിന്റെ മുകളിൽ ചുമടുമായി ഒരു ചാക്ക് സിമെന്റുമായി കയറിപ്പോയി ജോലി ചെയ്യുമ്പോൾ എൻ്റെ കാൽ വഴുതി ഞാൻ താഴെ വീണു. ഒരു പോറല് പോലും ഏൽക്കാതെ ദൈവത്തിന്റെ കരങ്ങളിൽ ദൈവം എന്നെ വഹിച്ചു. അതിനുശേഷം വീണ്ടും ശ്വാസം മുട്ടലുണ്ടായി. ഹോസ്പിറ്റലിലേക്ക് കടന്നുപോയി.
അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു ഓപ്പറേഷൻ ചെയ്യണം. അതെ, ഓപ്പറേഷൻ ചെയ്യാൻ നോക്കിയപ്പോ ഷുഗർ താഴ്ന്നില്ല, 500 നിൽക്കുക. 2 മാസം ഹോസ്പിറ്റലിൽ കിടന്നു. അന്ന് ഡോക്ടർ പറഞ്ഞു ഒരു 140 ഷുഗർ വരികയാണെങ്കിൽ നമ്മൾക്ക് ഓപ്പറേഷൻ ചെയ്യാം. 2 മാസം കിടന്നപ്പോഴും 140 എനിക്ക് തോന്നി തുടങ്ങി എന്റെ തമ്പുരാൻ ചലിക്കാൻ തുടങ്ങിയെന്ന്. അല്ല, ദൈവത്തിന്റെ പദ്ധതി അല്ല എന്റെ പദ്ധതി എന്നുള്ളത് എനിക്ക് മനസ്സിലാകാൻ തുടങ്ങി. അവിടെ നിന്ന് എന്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. 140 ഓപ്പറേഷൻ കഴിഞ്ഞു. എന്റെ ശരീരം പഴുത്ത് വീർത്ത് വലിയ ബുദ്ധിമുട്ടുണ്ടായി. എന്റെ തൊണ്ട പഴുക്കാൻ തുടങ്ങി. ഞാനത് ഒരു പരിശോധനയ്ക്കായിട്ട്, തൊണ്ട ഇങ്ങനെ പഴുത്ത് ഇരിക്കുകയാണ്, തൊണ്ടയിൽ ഇങ്ങനെ ഒരു വ്രണം ഇങ്ങനെ നിൽക്കുക, മുഴ ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുക, ഓരോ മാംസം ഇങ്ങനെ ഉന്തി വരിക. അപ്പൊ നമ്മുടെ വീടിനടുത്തൊരു വീട് ആൻഡമാൻസിൽ നിന്നും കർത്താവിന്റെ കൃപയാൽ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു അധ്യാപകനും ഭാര്യയുമുണ്ട്. അതെന്റെ അച്ഛൻ ജോലിക്ക് പോകുന്ന വീട്ടിലെയാണ്. സുശേഷകരാണ് അവര്. ഞാൻ അവരുടെ വീട്ടില് ഇൻസുലിൻ എടുക്കാനായിട്ട് പോകുമ്പോൾ അന്ന് അവിടെ പിന്നെ തമിഴ്നാട് രാജൻ ബെക്കി എന്ന് പറയുന്ന ഒരു അഭിഷിക്തദാസൻ ഒരു ടിവിയിൽ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ എനിക്ക് മലയാളം മാത്രമേ അറിയുള്ളൂ. ഈ ദൈവദാസൻ പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഒരു വീട്ടിൽ ഈ പ്രഭാഷണം ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്ന 3 വ്യക്തികളുണ്ട്. അതിൽ നടുവിൽ നിൽക്കുന്ന ആ സഹോദരി കർത്താവ് നിന്നെ ഉപയോഗിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞു. ഞാൻ അത് അന്ധമായി അങ്ങ് വിശ്വസിച്ചു. പിന്നെ അവര് ചിന്തിച്ചു, കർത്താവേ, വിദ്യാഭ്യാസമില്ല, പണമില്ല, സൗന്ദര്യമില്ല, യോഗ്യതയില്ല, നമ്മളെ ആത്മീയമായി വളർത്താൻ ആരുമില്ല, കഷ്ടതയും കഷ്ടപ്പാടും കൊണ്ട് മാത്രം ജീവിക്കുന്ന എന്നെ ആര് വളർത്താൻ? അന്ന് രാത്രിയിൽ മാംസം ഇങ്ങനെ തള്ളി നിൽക്കുകയാണ്. എന്റെ തൊണ്ടയ്ക്കൊരു കുഴിയുണ്ട്, കാണാം. ഈ മാംസം ഇതിലൂടെ ഇങ്ങനെ തള്ളി നിൽക്കുക. അപ്പൊ അവിടുത്തെ ആ അമ്മാമ്മയും ആന്റിയും ഉണ്ട്, ഇപ്പോഴും ഉണ്ടവര്. എനിക്ക് വളരെ കൈത്താങ്ങുന്നവരാണ് ആ കുടുംബം. അമ്മമ്മ എന്നോട് പറഞ്ഞു, അന്നമ്മേ, ഇത് നിന്നെ കുറിച്ചാണ് ആ ദേവദാസൻ ഇപ്പം പറഞ്ഞെന്ന് പറഞ്ഞു. കർത്താവിന്റെ ദാസനെ ഞാനത് അക്ഷരം പ്രതി അങ്ങ് വിശ്വസിച്ചു എന്നുള്ളതാണ്. എന്റെ തമിഴ്നാട്ടിലിരുന്ന ഒരു അഭിഷിക്ത ദാസൻ എന്നോടത് പറയണമെങ്കിൽ അതെന്നെ കുറിച്ചാണ്. പിന്നത്തെ എന്റെ വ്യഗ്രത, എന്റെ ചിന്ത, എന്റെ ആലോചന, ഞാൻ എന്റെ കർത്താവിന് വേണ്ടി എന്ത് ചെയ്യണം, ദൈവം എന്നെ എങ്ങനെ ഉപയോഗിക്കും? ഒരു യോഗ്യതയുമില്ല, ഒരു യോഗ്യതയും എനിക്ക് പറയാനില്ല. വല്ല വിധേനയും പണമുണ്ടാക്കണം, ജീവിക്കണമെന്ന ചിന്താഗതിയോടെ കടന്നുപോയ എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരാളോ എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടായി. ഞാൻ അന്ധമായി അങ്ങ് വിശ്വസിച്ചു, എന്റെ യേശു എന്നെ ഉപയോഗിക്കും. പ്രൈസ് ദി ലോർഡ്. ആ വിശ്വാസം ഞാൻ എൻ്റെ ഹൃദയത്തിനകത്ത് അങ്ങ് ഏറ്റെടുത്തു. അന്ന് രാത്രിയിൽ ഞാൻ എൻ്റെ ഭവനത്തിൽ ഞാൻ ഇങ്ങനെ വിശ്രമിക്കുക. എൻ്റെ മോക്ക് 4 വയസ്സെങ്ങാണ്ടായത് ഉള്ളെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഓർമ്മ ശരിയില്ല. എൻ്റെ മോന്റെ 5 വയസ്സിന് ഇളയതാണ് മോള്. കൊച്ചു കുഞ്ഞുങ്ങളാണ്. ഞാന് പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്തുള്ളൂ. അന്ന് രാത്രിയിൽ എന്തോ ഒരു കൈ വന്ന് എൻ്റെ തൊണ്ടയ്ക്കൊന്നിങ്ങനെ നുള്ളിപ്പെറുക്കി ആ മാംസം അടർന്നുപോയി. പ്രൈസ് ദി ലോർഡ്. ആ മാംസം അടർന്നങ്ങ് പോയി.
ഞാൻ അന്ധമായി വിശ്വസിച്ചു. എന്റെ യേശു എന്നെ തേടി വന്നിട്ടുണ്ട്, എന്റെ യേശു എന്നെ തൊട്ടിട്ടുണ്ട്. ആരാധനാൻ ബെക്കി എന്ന് പറഞ്ഞ ആ ദിവദാസനിൽ കൂടി സംസാരിച്ചതിന്റെ യേശുവിന്റെ ശബ്ദമാണ് എന്ന് ഞാൻ വിശ്വസിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. വിട്ടില്ല, തീർന്നില്ല. ഒന്നൊന്നായി ജീവിതത്തിൽ അടിക്കടി പ്രതികൂലത്തിന്റെ ഓരോരോ കാറ്റുകൾ ആഞ്ഞടിക്കാൻ തുടങ്ങി. പടകിന്റെ മേൽ ആഞ്ഞടിച്ചുകൊണ്ട് ഒന്ന് മാറുമ്പോൾ മറ്റൊന്ന്. എന്റെ സാക്ഷ്യം പറഞ്ഞാൽ ഇന്നൊന്നും തീരത്തില്ല. ഷോർട്ട് കട്ട് കയറി ചില കാര്യങ്ങൾ ഞാൻ അങ്ങ് പറയുക. പിന്നെ എന്റെ കർത്താവ് എന്നെ ഉപയോഗിക്കാൻ തുടങ്ങിയ ചില വഴികൾ കൂടെ ഞാൻ കർത്താവിന് വേണ്ടി, പ്രേക്ഷകർക്ക് വേണ്ടിയാണ് പറയുന്നത്. കാരണം എന്നോട് പലരും ചോദിക്കാറുണ്ട്, അന്നമ്മ പത്രോസേ, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, അതെങ്ങനെയാ സാധിക്കുക? പിന്നെ ഞാൻ ചാരിറ്റി പ്രവർത്തനങ്ങളാണ് ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ രാവിലെ ജോലിക്ക് പോകും, കുഞ്ഞുങ്ങളെ അംഗൻവാടിയിൽ വിടും. ജോലിക്ക് പോകുമ്പോൾ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കിയിട്ട് പോകുമ്പോൾ എൻ്റെ ഒരു ബാഗിൽ ഒരു കുപ്പി വെള്ളം, ഒരു നൈറ്റി, ഒരു ബൈബിൾ ഇതെപ്പോഴും ഉണ്ടാവും. ഞാൻ ഇതും കൊണ്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ആക്ഷേപങ്ങളും നിന്ദകളും പരിഹാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അന്ന് എൻ്റെ ഭർത്താവ് എൻ്റെ ഈ പൈസ തന്നിട്ട് പോകും വൈകിട്ട് സാധനം വാങ്ങിക്കാൻ. പക്ഷെ എനിക്ക് കടയിൽ പോയി ഒരു സാധനം വാങ്ങിക്കാൻ പറ്റില്ല. കാരണം ഞാൻ കടയിൽ പോയി സാധനം വാങ്ങിക്കുമ്പോൾ ഒരുപാട് ചോദ്യങ്ങളാണ് അതിന് വരുന്നത്. ഈ സ്ത്രീക്ക് എന്തുകൊണ്ട് ജോലി ചെയ്തുകൂടെ? ഇവരെന്തിനാ ഇങ്ങനെ നടക്കുന്നത്? പിന്നെ ഞാൻ സാധനം വാങ്ങാറില്ല, എൻ്റെ ഹസ്ബൻഡ് വാങ്ങിച്ചു തരാൻ തുടങ്ങി. കർത്താവിന്റെ ദാസനെ, വീണ്ടും എനിക്ക് എൻ്റെ ചിന്ത, ഞാൻ പെട്ടെന്ന് പറയുകയാണ്, എൻ്റെ ചിന്ത എൻ്റെ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യണം. ആ രാജനാൻ ബെക്കി പറഞ്ഞ വാക്ക് ഞാൻ അന്ധമായി വിശ്വസിച്ചത് കൊണ്ടാണ് ഇന്ന് എൻ്റെ യേശുവിനെ ഉയർത്തുവാൻ എനിക്ക് കഴിഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ആ അഭിഷിക്ത ദാസൻ തമിഴ്നാട്ടിൽ നിന്ന് പറഞ്ഞ ദൈവത്തിന്റെ വചനം അത് എന്നോടാണെന്ന് ഞാൻ അംഗീകരിച്ചു, എന്നോടാണ് ഞാൻ വിശ്വസിച്ചു, എന്നോടാണെന്ന് ഞാൻ അനുസരിച്ചു, അത് ഞാൻ കേട്ടു. പ്രൈസ് ചുവട് വെക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഞാന് ഞങ്ങളുടെ അടുത്തൊരു വീട്ടിൽ ചെന്ന്, അന്ന് എനിക്ക് വീടൊന്നും ഇല്ല, റോഡ് സൈഡിലല്ല വീട്, ഇപ്പോഴും റോഡ് സൈഡിലല്ല. ഞാനൊരു സഹോദരിയോട് ഇന്ന് പറയാം, സഹോദരി, നമുക്ക് നമ്മുടെ ദേശത്തിന് വേണ്ടി കരയാം. ദേശത്തിന് വേണ്ടി കരയാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു. അതെ അന്നപത്രോസ്, നമുക്ക് ദേശത്തിന് വേണ്ടി കരയാം. ഞാൻ അവരുടെ പാസ്റ്റർ, ഏജിയിലെ ഒരു പാസ്റ്ററാണ്. പാസ്റ്റർ ചെന്നിട്ട് കണ്ടിട്ട് പറഞ്ഞു, പാസ്റ്ററെ, നിങ്ങളുടെ ഒരു വിശ്വാസികളുടെ വീട്ടിൽ ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. അതിനെന്താ അന്നപത്രോസ്, ഞാനും കൊണ്ട് കൂടാമെന്ന് പറഞ്ഞു. ആ അഭിഷിക്ത ദാസനും കർത്താവിന്റെ ദാസിയും കൂടെ ഞങ്ങളോടൊപ്പം ചേർന്ന് വർഷങ്ങൾ ആ പ്രാർത്ഥന അങ്ങനെ ദേശത്തിന് വേണ്ടി കരയാൻ തുടങ്ങി. പിന്നീട് ആ വീട്ടിലെ സഹോദരിക്ക് ഒരു ജോലി കിട്ടിയപ്പോൾ ആ വീട്ടിൽ പോകാൻ അസൗകര്യം ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ പോയില്ല. ആ പ്രായറിന് അല്പം മങ്ങലേൽക്കേണ്ടി വന്നു. അവിടെ തുടങ്ങി ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യണമെന്നുള്ള ചിന്ത എന്നെ ഭരിക്കാൻ തുടങ്ങി. ഒരുപാട് ചാരിറ്റികൾ. ഞാന് ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോ വഴിയരികിൽ കിടക്കുന്ന കുപ്പിക്കഷ്ണങ്ങള്, കമ്പിക്കഷ്ണങ്ങള്, ഇതൊക്കെ പെറുക്കി ഞാൻ എൻ്റെ വീടിൻ്റെ അവിടെ കൊണ്ടിങ്ങനെ കൂട്ടിയിട്ടിട്ട് അത് വിൽക്കും. ആ പൈസ കൊണ്ട് ഹോസ്പിറ്റൽ മിനിസ്ട്രികളൊക്കെ ചെയ്യാൻ ഇങ്ങനെ പോകും. ആരെയും കാണുന്നിടത്ത് ഫുഡ് വാങ്ങിച്ചു കൊടുക്കും. ഞാൻ അങ്ങനെ
എൻ്റെ വേല തുടങ്ങാൻ. ഇത് ലോകം പലതും പറയാറുണ്ട്, പക്ഷെ എനിക്കതൊന്നും കാര്യമല്ല. കർത്താവിന് വേണ്ടി എന്ത് ചെയ്യണം? ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ദൈവത്തോട് ഞാൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് ഈ ദേശത്തൊരു സുവിശേഷം അറിയിക്കണം. അതെങ്ങനെ പറ്റും? എന്നെ കൊണ്ട് പറ്റുമോ കർത്താവേ? അതെ, എന്നെ കൊണ്ട് പറ്റും. കർത്താവിന്റെ ദാസൻ, എനിക്കൊന്നും കൂടെ ആ ദേവദാസൻ എന്ന് കണ്ടാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. രാജൻ ബെക്കി പറഞ്ഞ വാക്ക് കർത്താവ് നിന്നെ ഉപയോഗിക്കാൻ പോകുക. ഞാൻ അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തു, കർത്താവ് ഉപയോഗിക്കട്ടെ. പിന്നെ ദൈവം ഒരു ഉപകരണമാക്കി എന്നെ ഉപയോഗിക്കാൻ അങ്ങ് തുടങ്ങി. അതെങ്ങനെ ചെയ്തെന്ന് ചോദിച്ചാൽ ഇപ്പോഴും എനിക്കറിയത്തില്ല. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ്, എനിക്ക് അടുത്തത് ഒരു സുവിശേഷം എൻ്റെ ദേശത്ത് അറിയിക്കണം. അതെങ്ങനെ സംഭവിക്കും? ഞാന് ദൈവത്തോട് ആലോചന ചോദിച്ചു, കർത്താവ്, ഞാൻ എന്തോ ചെയ്യണം? ഒരു വർഷം ഞാന് 1 രൂപ 2 രൂപ ഇങ്ങനെ തുട്ടൊക്കെ പെറുക്കി 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 വെക്കാൻ തുടങ്ങി. ഈ ജോലിക്ക് പോയി, കൂലിപ്പണിക്ക് പോയി കിട്ടിയ ഈ തുട്ടുകളെല്ലാം കൂടെ ശേഖരിച്ച് വെച്ച് ഒരു 14,000 രൂപ കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഞാൻ ഉണ്ടാക്കി. ഈ ഉണ്ടാക്കിയ പൈസ ഞാൻ എടുത്ത് എൻ്റെ കയ്യിലേക്ക് വെച്ചു. ഈ 1914 ആണ്ട് ഞാൻ ഈ കൈ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, കർത്താവേ, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരികയാണ്, കൺവെൻഷൻ നടത്തി തരണം. പ്രൈസ് ദി ലോർഡ്. പിന്നെ അങ്ങ് തുടങ്ങുകയായിരുന്നു. ഞങ്ങളുടെ ബഹുമാനപ്പെട്ട സാറ്, തോമസ് ഫിലിപ്പ് സാറ്, ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ചിലെ തോമസ് ഫിലിപ്പ് സാറിനോട് ചോദിച്ചു, അനുമോത്രോസെ, നീ എന്തിനാ തുടങ്ങുന്നേ? ഞാൻ പറയും, എനിക്കറിയത്തില്ല, കർത്താവ് എന്നോട് പറഞ്ഞ് ഞാൻ അങ്ങ് ചെയ്യാന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ദേവദാസനെ 4 ദിവസത്തെ കൺവെൻഷൻ നടത്തി. അന്ന് പലരും എന്നോട് പറഞ്ഞു, അന്നമ്മയെ സഹായിക്കാമെന്ന് പറഞ്ഞവരൊക്കെ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ കാണുന്നത്. അന്ന് 4 ദിവസത്തെ കൺവെൻഷൻ അത്ഭുതകരമായി ചെയ്യുവാൻ കർത്താവിനെ സഹായിച്ചു. ആരോടും ഞാൻ കടം വാങ്ങില്ല. കുറെ കടം വന്നു, അത് ഞാൻ തിരിച്ചു കൊടുക്കുകയും ചെയ്തു. ആ കൺവെൻഷനോടനുബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി വേദന എനിക്കുണ്ടായി. അതും കൂടെ പറയണമല്ലോ. ഞാൻ അന്ന് പ്രഗത്ഭരായ ദേവദാസന്മാരെയാണ് ഞാൻ വിളിച്ചത്. ലോകം അറിയുന്ന ദേവദാസന്മാരെ വിളിച്ചു. ഒക്കെ എല്ലാവരും ഡേറ്റ് ഒക്കെ തീരുമാനിച്ചു. ശ്രീലേഖ, ജോയി പാറയ്ക്കലൊക്കെ ആയിരുന്നു അതിനകത്ത്. ആ വിശുദ്ധദാസന്മാരും ദാസിയും ഒക്കെ വന്നു. വളരെ അനുഗ്രഹമേറിയ കൺവെൻഷൻ നടത്തുവാനിടയായി. 2ാമത്തെ ദിവസം ഒരു പാസ്റ്ററെ ഞാൻ വിളിച്ചിട്ട് പാസ്റ്ററിനോട് ചോദിച്ചു, വരുമോ? ഞാൻ പറഞ്ഞു, പാസ്റ്റർ വരുമോ? പാസ്റ്റർ വരും. ഞാൻ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഞാൻ അന്ന് തീരുമാനിച്ചു. ദൂരെ നിന്ന് വരുന്നവർക്കൊക്കെ ഫുഡ് ഞാൻ ഉണ്ടാക്കും. കർത്താവെ, ഉണ്ടാക്കി വെച്ചാൽ അതിന്റെ ബാക്കി എന്ത് സാധനം വന്നാലും ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോകത്തില്ല. അതെടുത്ത ദൈവത്തോടെടുത്ത ഒരു തീരുമാനമാണ്. ഞാന് അതുപോലെ തന്നെ 1 മണിക്കുള്ളിൽ ചെയ്തു. പക്ഷേ അതിനോടൊപ്പം എനിക്കൊരു വേദനയും കൂടെ ഉണ്ടായി. ഈ 2ാമത്തെ ദിവസം കൺവെൻഷൻ നടക്കുമ്പോൾ പ്രശസ്തനായ ഒരു ദേവദാസനെയാണ് ഞാൻ ക്ഷണിച്ചത്. ആൾക്കാരെല്ലാം ഓടിക്കൂടി വന്നു. ഞാന് ഒരു ഫുഡ് ഉണ്ടാക്കാൻ സാധനം വാങ്ങിക്കാൻ പോയപ്പോഴാണ് ഞാൻ ഈ പാസ്റ്റർക്ക് വഴി പറഞ്ഞു കൊടുക്കാൻ വിളിച്ചതാ. അപ്പം പാസ്റ്റർ ഫോൺ എടുക്കുന്നില്ല. എവിടെയാണെന്നുള്ള അറിയത്തുമില്ല. ഞാൻ വേദനിച്ചു പോയി. ആ റോഡിൽ പാങ്കമണ്ട് ജംഗ്ഷനിൽ നിന്ന് വണ്ടിക്കകത്തിരുന്ന് ഞാൻ കരഞ്ഞു. ഞാൻ പറഞ്ഞു, കർത്താവേ,
വീട്ടിലല്ലേ ഇരിക്കുന്ന, കർത്താവ് പറഞ്ഞിട്ടാ ഞാൻ ചെയ്തത്. പിന്നെ വേറൊരു ദേവദാസനെ ഞാൻ വിളിച്ചു, ദേവദാസൻ വന്നു. ഇന്ന് ഞാൻ തിരിച്ചു വന്നപ്പോൾ ഈ പറഞ്ഞ പാസ് വരത്തില്ല എന്നറിഞ്ഞപ്പോൾ 3/4 ആൾക്കാരും പന്തലിൽ നിന്ന് എഴുന്നേറ്റ് പോയി. എന്റെ ഹൃദയത്തെ തകർത്ത ഒരു അനുഭവമായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോ നല്ല മഴയാണ്. പാട്ടുകാർ വന്നത് 7 മണി കഴിഞ്ഞപ്പോ ആ ഒരു വേദനയുടെ സ്റ്റെപ്പ് അടുത്തിങ്ങോട്ട് കയറി വന്ന് സ്റ്റേജിലോട്ട് വന്നപ്പോ ഒരു വണ്ടി വന്ന ചള്ളയ്ക്കകത്ത് എന്റെ വീല് കിടന്ന് കറങ്ങി എന്റെ ശരീരം മുഴുവനും അങ്ങ് ചള്ളയടിച്ചു. മറുപടി ഒന്നും പറയാൻ പോയില്ല, ആരോടൊന്നും പറഞ്ഞില്ല. ആ ചള്ള കഴുകിക്കളഞ്ഞത് കയറിയിരുന്നു. ഒരു വേദന ഉണ്ടായപ്പോൾ മറുഭാഗം എന്റെ ഹൃദയം സന്തോഷിച്ച ചില വിഷയങ്ങളിലൂടെ ഉണ്ട്. നമ്മുടെ ഇവിടെ സംസാരശേഷി ഇല്ലാത്ത ജന്മനാ മുടന്തനായ ഒരു പൈതലുണ്ട്. അവനിപ്പോഴും ജീവനോടുണ്ട്. അവന് ഭയങ്കര ആഗ്രഹമാ പാട്ട് പാടണം. മൈക്ക് ഇങ്ങനെ വെച്ച് കാണിക്കും പാടണം. ഞാൻ അവിടെ പാടാൻ വന്നവരോട് എല്ലാം പറഞ്ഞു, നിങ്ങളെല്ലാരും കയറി പാടിക്കോളാം പറഞ്ഞു. ഒരു സ്റ്റേജിന് വേണ്ടി അനേകര് കൊതിക്കുമ്പം എന്റെ തമ്പുരാൻ തന്ന സ്റ്റേജ് കുഞ്ഞുങ്ങൾ പാടട്ടെ. അവർ പാടി. ഞാൻ ആ ഗ്രൗണ്ടിൽ ആ സഹോദരന്റെ കയ്യിൽ മൈക്ക് പിടിച്ച് ഞാൻ പാട്ട് പാടാൻ കൊടുത്തു. അതെന്റെ ഹൃദയത്തെ സന്തോഷിപ്പിച്ച അനുഭവങ്ങളാണ്. ഒരു ഭാഗത്ത് ദുഃഖമുണ്ടായപ്പോൾ മറുഭാഗം എന്റെ ഹൃദയമാനന്ദത്താൽ നിറയുവാൻ 2014 4 ദിവസത്തെ കൺവെൻഷൻ 14,000 രൂപ കൊണ്ട് കർത്താവിനെ നടത്തി. 14,000 രൂപ ഉണ്ട്. അതെങ്ങനെ നടന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എപ്പോ നടന്നെന്ന് ചോദിച്ചാൽ അതും എനിക്കറിയത്തില്ല. പോയ വഴികളും എനിക്കറിയത്തില്ല. പന്തല് പിറ്റേ ദിവസം പന്തല് പൊളിക്കും. എന്റെ കയ്യിൽ 3,000 രൂപയുണ്ട്. ഞാനിങ്ങനെ കയറി, കൊയറുകാര് പറഞ്ഞു പാട്ട് പൈസ തരണം, പന്തലുകാര് പറഞ്ഞു പൈസ തരണം. ഞാനിതൊന്നും പറഞ്ഞില്ല. ഞാൻ ആ സ്റ്റേജിലോട്ട് കയറി അവിടെ ഇരുന്നു. എന്നോട് കൊയറുകാര് പറഞ്ഞു ആന്റി പൈസ തരണം. ഞാൻ പറഞ്ഞു ആ കർത്താവ് തരും, കർത്താവ് പറഞ്ഞിട്ടല്ലേ ചെയ്തേ. അന്ധമായൊരു വിശ്വസിക്കുവാൻ ആ അഭിഷിക്തദാസന്റെ വാക്ക് മുഖാന്തരം എനിക്കിടയായി തീർന്നു. ഒന്നുമില്ലാതിരുന്ന എന്നെ കൊണ്ട് ഇത്രത്തോളം ചെയ്യുവാൻ എന്റെ കർത്താവിന് കൃപ തോന്നി. ഓ, കർത്താവിന് കൃപ തോന്നി. ജ്ഞാനിയായതിനെ ലജ്ജിപ്പിക്കുവാൻ പോഷത്വമായത് തിരഞ്ഞെടുത്തെന്ന തിരുവചനത്തിന്റെ സത്യം ഞാൻ അവിടെ അറിയുവാനിടയായി. ആക്ഷേപങ്ങളൊക്കെ ഒരുപാടുണ്ടായി. ഇപ്പോഴും ഞാൻ കേൾക്കുന്നുണ്ട് ഒരുപാട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇത് വ്യക്തമായി പറയുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന ആളിന്റെ പേര് പറഞ്ഞ് ഇഷ്ടം പോലെ ശ്രീലേഖയാണ് മെസ്സേജ് പറഞ്ഞത്. അവരുടെയൊക്കെ 2 ദിവസത്തെ മെസ്സേജ് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പിന്നെ 2017 എനിക്ക് അറ്റാക്ക് ഉണ്ടായി. ഞാനും എൻ്റെ മോനും കൂടെ തിരുവനന്തപുരത്ത് പോകുന്ന വഴിക്ക് കൊല്ലത്ത് വെച്ച് അറ്റാക്ക് ഉണ്ടായി. എനിക്ക് അവിടുന്ന് ഞാൻ മരണത്തോട് മല്ലടിച്ചു. അബോധാവസ്ഥയായി. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ എൻ്റെ മോൻ എന്നെ ഇറക്കി. അവിടുന്ന് അവിടെ ചിത്തൂരിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് അവര് പരിശോധിച്ചിട്ട് പറഞ്ഞു ഓപ്പറേഷൻ ഉടനെ ചെയ്യണം.
എന്നെ ഐസിയുലേക്ക് കയറ്റുകയാണ് ഓപ്പറേഷന് വേണ്ടി. പിന്നെ ഡോക്ടർ പറഞ്ഞു ഒരു ആൻജിയോഗ്രാം ചെയ്ത് നോക്കാം. ആദ്യം നോക്കി, രണ്ടാമതും ഓപ്പറേഷനൊക്കെ ചെയ്യണം. എല്ലാ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. ഞാൻ അവിടെ കിടക്കുമ്പോഴും എന്റെ ചിന്ത, എന്റെ യേശുവിന് വേണ്ടി ഞാനൊന്നും ചെയ്തില്ലല്ലോ. ഇപ്പോഴും എന്റെ ആഗ്രഹം അതേ ഉള്ളൂ, എന്റെ കർത്താവിന് വേണ്ടി ഞാനൊന്നും ചെയ്തില്ലല്ലോ. രാജനാൻ ബെക്കി ദേവദാസൻ പറഞ്ഞു, എന്നെ ദൈവം ഉപയോഗിക്കുമെന്ന്. എന്നാൽ എന്നെ ഉപയോഗിക്കുവാൻ ഞാൻ ഏൽപ്പിച്ചു കൊടുത്തില്ലല്ലോ. എനിക്ക് വേണ്ടി ഞാൻ ഓടിയല്ലോ. ഈ വേദന എന്നെ ഭരിക്കുവാൻ തുടങ്ങി. അവിടെ നിന്ന് എന്റെ ചിന്ത അടുത്ത കൺവെൻഷനെ കുറിച്ചാണ്. എൻ്റെ കുഞ്ഞുമോനുണ്ട്. കൃപയാൽ എന്നെ ആൻജിയോഗ്രാം ചെയ്ത് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. 2017 ഇതുപോലെ ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ എനിക്ക് ഒരു കൺവെൻഷൻ കൂടെ നടത്തണം. ഈ അന്നമ്മ എന്താ അന്നമ്മ ഈ പറയുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ എനിക്കറിയില്ല, എന്റെ കർത്താവ് എന്നോട് പറഞ്ഞു, ഞാൻ അതങ്ങ് ചെയ്യുവാന്ന് പറഞ്ഞു. 5 ദിവസത്തെ കൺവെൻഷൻ മനോഹരമായ പാറക്കടവിൽ കുഞ്ചാൻ എന്ന് പറയുന്ന ഒരു പാസ്റ്റർ ഉണ്ട്. ആ ദേവദാസനോട് ഞാൻ ചെന്ന്, IPCന്റെ ഒരു പാസ്റ്ററാണ്. ദേവദാസനോട് ഞാൻ ചെന്ന് പറഞ്ഞു, ദേവദാസൻ എനിക്ക് ആവശ്യമായ സപ്പോർട്ട് എനിക്ക് തന്നു. ഞങ്ങളവിടെ 5 ദിവസത്തെ കൺവെൻഷൻ നടത്തി. അതും 20,000 രൂപ 2 ചുറ്റി ഞാൻ വെച്ചു. ആ 20,000 രൂപ കൊണ്ട് 2 കൺവെൻഷൻ നടത്തുവാൻ കർത്താവ് ഭാഗ്യമൊരുക്കി. അപ്പം ദൈവം നടത്തുമോ? നടത്തും. അഭിഷിക്ത ദാസനെ ദൈവം നടത്തും. ഒന്നുമില്ലായ്മയിലും അനുസരിക്കാൻ തയ്യാറാണോ? ദൈവം മാനിക്കാൻ ശക്തനാണ്. വിശ്വസിക്കാൻ നമ്മൾ തയ്യാറാണോ? ദൈവം മാനിക്കാൻ ശക്തനാണ്. ലോകം അറിയണമെന്നൊന്നുമില്ല, ജനം അറിയണമെന്നൊന്നുമില്ല. ഇപ്പോഴും ആർക്കും അറിയത്തില്ലെന്ന്, എനിക്കറിയണമെന്നുമില്ല. ഞാൻ പറഞ്ഞതിന്റെ കാരണം പിന്നെയും എൻ്റെ ആഗ്രഹം തീർന്നില്ല. കിടക്കുക അങ്ങനെ. അവസാനം എൻ്റെ കയ്യില് കൺവെൻഷൻ കഴിയുമ്പോൾ 3000 രൂപയുണ്ട്. വേറെ പൈസയൊന്നുമില്ല എൻ്റെ കയ്യിൽ. ഞാൻ നോക്കിയപ്പം മൊത്തം ഒരു 9,000 രൂപയുണ്ട്. അതിൽ 3,000 രൂപ എടുത്ത് നോക്കിയപ്പോ നേരത്തെയൊക്കെ സ്തോത്രകാഴ്ചയൊക്കെ കിട്ടിയതാണ്. എല്ലാം കീറിയതും മുറിഞ്ഞതും പോയതും ഒക്കെയാ. ഞാൻ എൻ്റെ യേശുവിനോട് പറഞ്ഞു, കർത്താവേ നീ പറഞ്ഞിട്ടാ ഞാനിത് ചെയ്യുന്നത്, എനിക്കറിയത്തില്ല. അന്ന് രാത്രിയിൽ എൻ്റെ സഹോദരി എന്നോട് ചോദിച്ചു, മോനെ നിനക്ക് പൈസ വല്ലതും കയ്യിലുണ്ടോ? മക്കളെ എനിക്കൊരു 50 രൂപ വേണം. അവളെ താൽക്കാലികമായി എന്നെ സഹായിക്കുവാനിടയായി. അതും 1 വർഷം തീരുന്നതിന് മുമ്പ് കൊടുത്തു തീർപ്പാനിടയായി. എൻ്റെ യേശു ആർക്കും കടക്കാരനല്ല. എൻ്റെ യേശു ആർക്കും കടക്കാരനല്ല. എനിക്ക് എൻ്റെ യേശുവിന് വേണ്ടി ഇപ്പോഴും എന്ത് ചെയ്യുവാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന ഭാരം മാത്രം. എന്റെ കർത്താവിന് വേണ്ടി ഒന്നും ഓടാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ഭാരം മാത്രമാണ് എനിക്ക് ബാക്കി. ദൈവകൃപയാൽ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ 5 ദിവസത്തെ കൺവെൻഷൻ നടത്തി. ഇന്നും കർത്താവ് പറഞ്ഞാൽ ചെയ്യുമോന്ന് ചോദിച്ചാൽ, കർത്താവ് പറഞ്ഞാൽ ഞാൻ ചെയ്യും. പക്ഷെ കർത്താവ് പറയണം. കർത്താവ് പറഞ്ഞാന്ന് പറഞ്ഞ് വേറൊരാള് പറഞ്ഞ് ഞാൻ ചെയ്യത്തില്ല. കർത്താവ് എന്നോട് പറയണം, അന്നമ്മേ നീ ഇന്നത് ചെയ്, ഞാനത് ചെയ്യും. കാരണം നമ്മൾ അനുസരിക്കാൻ പഠിച്ചാൽ
മാനിക്കാനൊരു ദൈവമുണ്ട്. എല്ലാവർക്കും സാക്ഷ്യത്തിന് സമയമുണ്ടായിരുന്നു. എനിക്കൊരു സാക്ഷി പറയാൻ സമയം ആരും തരത്തില്ല. ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം എന്റെ സാക്ഷ്യം പറഞ്ഞത് വിജനമായ റബ്ബർ തോട്ടത്തിൽ അദൃശ്യമായിരിക്കുന്ന മണ്ഡലത്തിൽ നിന്ന് വെല്ലുവിളിക്കുന്ന പിശാചിനോടാ സാക്ഷ്യം പറഞ്ഞു. ആരും കേൾക്കാനില്ലല്ലോ, സ്റ്റേജ് തരാൻ ആരുമില്ലല്ലോ. ഞാൻ വിളിച്ചു പറഞ്ഞു, അദൃശ്യമായ മണ്ഡലത്തിൽ നിന്ന് വെല്ലുവിളിക്കുന്ന പിശാചെ, നിനക്കറിയണോ എന്റെ യേശു ജീവിക്കുന്നു? ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്റെ ദൈവത്തിന്റെ സമയമായപ്പോൾ. 12-ാമത്തെ വയസ്സിൽ ഒരഭിഷിക്ത ദാസൻ എന്നോടൊരു ദൂത് പറഞ്ഞു. അന്ന് ഞാൻ കൊച്ചാണന്റെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, കർത്താവിന്റെ ദാസി, ദൈവം നിന്നെ അറിയും, ലോകം അറിയും. ഞാൻ വിചാരിച്ച ആര് ലോകം അറിയാനാ? എന്നാൽ ഇപ്പോൾ ഈ ചാനൽ വഴി അനേകര് കണ്ടുകൊണ്ടിരിക്കുകയാണ്. 60-ാമത്തെ വയസ്സിലാണ് എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ദൈവം നിന്നോടൊരു വാക്ക് പറഞ്ഞെങ്കിൽ, എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ ശ്രോതാക്കളെ ഞാൻ ഒന്ന് പറയട്ടെ, ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നെ കുറിച്ച് പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നെ കുറിച്ച് സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ, വർഷങ്ങൾ കഴിഞ്ഞാൽ അത് നിവൃത്തീകരണത്തിലേക്ക് എത്തും. പ്രൈസ് ദി ലോർഡ്. 60-ാമത്തെ വയസ്സിലാണ് ഇപ്പോൾ ഇതിനൊരു ഭാഗ്യം ദൈവം നൽകിയത്. വീണ്ടുമില്ല, ചില കാര്യങ്ങൾ കർത്താവ് എന്നെ ഉപയോഗിച്ച കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ബാനർ കെട്ടാൻ പോയത് ഞാൻ, എല്ലാത്തിനും എനിക്ക് അറിയത്തില്ല എന്താണ്. ദൈവം എന്നോട് പറഞ്ഞു, ഞാൻ അങ്ങോട്ട് പോയി. അങ്ങോട്ട് പോകാൻ പറഞ്ഞ് അങ്ങോട്ട് പോയി. ഇങ്ങനെ എഴുതാൻ പറഞ്ഞ് അങ്ങനെ എഴുതി. അവിടെ അങ്ങനെ ചെയ്യാൻ പറഞ്ഞ് അങ്ങനെ ചെയ്ത്. ഞാനങ്ങ് പോയി. നടത്തിയത് ദൈവമാണ്, നടത്തിയത് ദൈവമാണ്. പിന്നെ രാജനാൻ ബെക്കിയ പറഞ്ഞ വാക്കാലാണ് പിന്നെയും ഓടാൻ തുടങ്ങിയത്. യുവദാസൻ പറഞ്ഞ വാക്കുകൾ ഞാൻ ഓർത്തു. എന്റെ കർത്താവ് നിന്നെ ഉപയോഗിക്കാൻ പോകുകയാണ്. കർത്താവ് അതെങ്ങനാ എന്നെ ഉപയോഗിക്കുന്നത്? ഞാൻ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കാൻ തുടങ്ങി. കർത്താവെ, നീ എന്നെ എന്ത് ചെയ്യുന്ന? ഇതാ ഞാൻ നിന്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ നീ എന്നെ ഉപയോഗിക്ക. ഒരു ഉപകരണമായി, ഒരു പണയായുധമായി ഞാൻ എൻ്റെ അപ്പന്റെ കയ്യിലങ്ങ് ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവ് ഉപയോഗിക്കാൻ അങ്ങ് തുടങ്ങി. ഒരിക്കൽ വെണ്ണിക്കുളം എന്ന് പറയുന്ന സ്ഥലം, മാമ്പയമണ്ണ്, അടിച്ചിനാങ്കുഴി, നെടുമല. ഞാനിങ്ങനെ രാത്രിയിൽ സ്വപ്നം കണ്ടു. പിറ്റേ ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റ് യാത്ര പോയി. എൻ്റെ ബാഗിൽ ഒരു നൈറ്റി, ഒരു ബൈബിൾ, ഒരു കുപ്പി വെള്ളം. ഇന്ന് ചിക്കൻ ഗുനിയായും കോവിഡും ഒക്കെ വന്ന് കിടക്കുന്ന കാലത്താണ്. ഓരോ വീടുകളിൽ ചെല്ലുമ്പോ അവരുടെ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കത്തില്ല, വീട്ടിലെ ജോലിയൊന്നും ചെയ്യത്തില്ല, അവരുടെ വീടിനകത്ത് കയറാൻ പറ്റത്തില്ല, അഴുകിയ സ്മെല്ലാണ്. ഞാൻ വീട്ടിൽ ചെല്ലുമ്പോഴേ പറയും, കേറി വരല്ലേ, കഥ കടച്ചിട്ട് പൊക്കോളാൻ പറയും. ഞാൻ അവിടെ കയറിയിട്ട് അവരെ കുളിപ്പിച്ച്, അവരെ വൃത്തിയാക്കി, അവരുടെ പാത്രങ്ങൾ കഴുകി, അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുത്ത്, അവരുടെ കാര്യങ്ങൾ നീറ്റാക്കി ഞാൻ എൻ്റെ വീട്ടിൽ ചെല്ലും. പക്ഷെ ഇത് എൻ്റെ വീട്ടിലിരിക്കുന്നവരറിയത്തില്ല. ഇടം കൈ ചെയ്യും, വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയുന്നത് എനിക്ക് ഇഷ്ടവുമില്ല. ഞാൻ അങ്ങനെ പല വീടുകളിൽ പോയി ഞാൻ കർത്താവിന്റെ വേല ചെയ്യുമായിരുന്നു. ഞാൻ അതിൽ ഒരു സന്തോഷം കാണുന്ന ഒരാളെന്ന് പറയുന്നത്, ഒരിക്കൽ ഒരു കർത്താവിന്റെ ദാസൻ ഇങ്ങനെ മെസ്സേജ് പറഞ്ഞ കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, നിനക്ക് ഞങ്ങൾ ചെയ്തത് എങ്ങനെയാണെന്ന് നീ നഗ്നനായി ഞാൻ കണ്ടിട്ടില്ലല്ലോ, നീ വിശന്നവനായി ഞാൻ കണ്ടിട്ടില്ലല്ലോ. കർത്താവ് പറയുന്നു, എളിയവർക്ക് ചെയ്യുന്നതു എനിക്ക് ചെയ്യുന്നു. ഇത് എൻ്റെ യേശുവിനെ ഞാൻ കാണിക്കുക.
ഞാൻ ഒരിക്കൽ ചെന്നപ്പോ മാമ്പേമണില് ഒരു കുഞ്ഞ് അടുത്ത് കാണുന്നു. ആ വീട്ടിലോട്ട് കയറി. ഈ മുതൽ ഈ പാദം വരെ വ്രണത്താൽ നിറഞ്ഞ് പഴുപ്പും ചോരയും ഇങ്ങനെ ഒഴുകുന്ന ഒരു കുഞ്ഞ്. ഇപ്പോഴും ജീവിക്കുന്നുണ്ട് അവന്. അവന്റെ വല്യമ്മച്ചി കഴിഞ്ഞ ദിവസമാണ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടത്. ആ മോൻ ഇന്നും ഉണ്ട്. ഞാൻ നോക്കിയപ്പോ കൈവച്ച് പ്രാർത്ഥിക്കാൻ എന്റെ മനസ്സ് എന്താ എനിക്ക് തൃപ്തിയില്ല. ഛർദിക്കാൻ വരികയാണ് എന്നെ കാണുന്നു. ഞാൻ 2 കൈയും കൂടെ കയ്യെ വെച്ചിട്ട് പ്രാർത്ഥിച്ചു, കർത്താവേ, എന്റെ യഹോവയ്ക്ക് അസാധ്യമായതൊന്നുമില്ലല്ലോ. ആ ദൈവദാസൻ പറഞ്ഞല്ലോ, അന്നമപത്രോസ്, ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോവാന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണ് ദൈവം എന്നെ ഒന്ന് ഉപയോഗിക്കത്തില്ലേ കർത്താവേ? ആ കുഞ്ഞിന്റെ ദേഹത്ത് കൈവച്ച് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ഞാൻ ആ വഴി ചെല്ലുമ്പോൾ ആ കുഞ്ഞിന് സൗഖ്യമായി കാണുവാനിടയായി. വീണ്ടും പോയി നെടുമല. ഞാൻ നെടുമലയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ദേവദാസൻ, ഞാനിത് പറയുന്നത് അനേകർക്ക് ഇത് പ്രയോജനം ഉണ്ടാകട്ടെ, അതിനുവേണ്ടി പറയുന്നതാണ്. ഒരു 40 വയസ്സുള്ള ഒരു ജോളി എന്ന് പറയുന്ന ഒരു ദളവനുണ്ട്. ജോളി മരിച്ചുപോയി. ഞാനവിടെ ചെല്ലുമ്പോൾ ഒരു പാറയുടെ പുറത്ത് ജോളി കിടക്കുക. ഒരു കുട്ടി തോർത്തുടുത്തിട്ടുണ്ട്. ഒരു 10 കിലോ വെയിറ്റ് അവന്റെ നടുവിന് വെച്ചിട്ടുണ്ട്. ഒരു കൊച്ചു കുഞ്ഞും ഒരു ഭാര്യയുമുണ്ട്. ആരെങ്കിലും വന്നാൽ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമെന്നുള്ള ആഗ്രഹത്തോടെ കിടക്കുക. ഞാൻ അവിടെ കയറി ചെന്നു. എന്താന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എനിക്ക് അരിസസ് ആയിരുന്നു, ഇത് ക്യാൻസറായി മാറി, ട്രീറ്റ്മെന്റ് ഒരു വഴിയുമില്ല, പ്രാർത്ഥിക്കാൻ ആരുമില്ല. ഞാൻ ട്രീറ്റ്മെന്റിനുള്ള വഴി തേടാൻ തുടങ്ങി. ഓട്ടോ സ്റ്റാൻഡുകള്, വീടുകള്, കടകള് കയറി ഇറങ്ങി ഭിക്ഷ എടുക്കുവാൻ തുടങ്ങി. ഞാൻ എനിക്ക് വേണ്ടി ആരുടെയും മുമ്പിൽ കൈനീട്ടാറില്ല. എന്നാൽ ഈ കൈനീട്ടും മറ്റുള്ളവർക്ക് വേണ്ടി. കൊണ്ടുവന്ന് എന്റെ ഭർത്താവിനെയും കൂട്ടി ആലപ്പുഴയ്ക്ക് വിട്ടു. ദുർഗന്ധം വമിക്കുന്ന അനുഭവം. അത് എനിക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ദുർഗന്ധം വമിക്കുന്ന അനുഭവം. ആൾക്കാര് അടുത്ത് കിടക്കുന്നവരൊക്കെ ചീത്ത പറയാറുണ്ട്. ഞായറാഴ്ച ഇവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുന്ന നന്മയുമായിട്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഒന്നുകിൽ ഞാൻ പോവല്ലേ എന്റെ ഭർത്താവ് പോവും. അവിടെ ചെല്ലുമ്പോ 2 കണ്ണ് നോക്കി നിൽക്കുക. അതിനിടയിൽ ദൈവം അവർക്കൊരു കുഞ്ഞിനെ കൂടെ കൊടുത്തു, ഒരാൺ പൈതൽ. ഇന്നും ആ സഹോദരിയും കുടുംബമുണ്ട്. അവിടെ ചെന്ന് കഴിയുമ്പോൾ സ്മെല്ലുകൊണ്ട് അടുത്ത് നിൽക്കത്തില്ല. ഞാന് ആ മൂത്രം ഇടുന്ന, ബ്ലഡ് ഇടുന്ന ആ ട്യൂബ് പിടിച്ചോണ്ട് ഞാനിങ്ങനെ പുറകെ നിൽക്കും. പുള്ളി എത്ര മണിക്കൂർ കഴിഞ്ഞാണോ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത്, അതുവരെയും ഞാൻ ആ വെളിയിൽ അത് പിടിച്ചോണ്ട് നിൽക്കും. ഞാൻ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ പറയാനുണ്ട്. ഞാനിത് യേശുവിനെ ഉയർത്തി കാണിക്കാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ വന്നു. ഏതാനും 2 വർഷം കൂടെ ആ ജോലി ജീവിച്ചിരുന്നു. ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ആ ജോലി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഞാൻ അവിടെ ചെല്ലുമ്പോഴാണ് പുള്ളി മരിക്കുന്നത്. മരിക്കുമ്പോൾ കുന്തിരിക്കം, സാമ്പ്രാണിയൊക്കെ കത്തിച്ചു വെച്ചിരിക്കുകയാണ് മുറിയില്. വളരെ വേദനാജനകമായിരിക്കുന്ന അന്തരീക്ഷം. മരിച്ചു. ആരുമില്ലെന്ന് കയറാൻ. എന്ത് ചെയ്യും? ഞാന് അന്ന് എനിക്ക് അറ്റാക്കിന്റെ ആരംഭമാണ്, സുഖമില്ലാത്ത അവസ്ഥയാണ്. ഞാൻ അങ്ങോട്ട് കയറി, മുറി അടച്ച് കുറ്റിയിട്ട് ഭാര്യയെയും 2 കുഞ്ഞുങ്ങളെയും മാറ്റി അതിനകത്തോട്ട് കിടത്തി.
സ്വന്തം സഹോദരിയോട് പറഞ്ഞു കുറച്ച് വെള്ളം ചൂടാക്കാൻ പറഞ്ഞു. ചൂടാക്കി തന്നു. കർത്താവേ, സെത്ര ഇങ്ങനെ കത്രികൊണ്ട് കണ്ടിച്ചു. ഇല്ല, എന്റെ കൂടെ കയറിയ സഹോദരൻ ഛർദിച്ചുകൊണ്ട് ഓടിപ്പോയി. ഞാൻ ആ പെങ്ങളെ കൂട്ടി. കർത്താവെ, എങ്ങനെ ഇത് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. പറഞ്ഞതാ കർത്താവെ എന്ന് പറഞ്ഞു. കർത്താവ് പഠിപ്പിക്കും. കർത്താവ് പഠിപ്പിക്കും. അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നു പറഞ്ഞ് കർത്താവ് ചെയ്യിപ്പിച്ചു. ഞാൻ ഒരു പുരുഷന്റെ ബോഡി ക്ലീൻ ചെയ്ത് ഡ്രസ്സും ചെയ്യിപ്പിച്ച് ഞാൻ എടുത്ത് കൊടുത്തിട്ടാണ് ഞാനത് പുറത്തിറങ്ങിയത്. ഇങ്ങനെ അനേക ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ എൻ്റെ കർത്താവിന്റെ ജീവിതത്തിൽ എനിക്ക് ഭാഗ്യമൊരുക്കി. അതൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ എനിക്കൊന്നും കർത്താവിന് വേണ്ടി ചെയ്യാൻ പറ്റിയില്ല. അതാണ് എനിക്ക് സങ്കടം. ഞാന് ഒരു കാര്യം പറഞ്ഞാൽ, ആത്മീയ കാര്യങ്ങൾ, ഭൗതിക കാര്യങ്ങൾ മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും നമുക്ക് ചെയ്യാൻ പലതുണ്ടാവും. സാധ്യമെന്ന് തോന്നുന്ന പലതും നമുക്കുണ്ടാവും. ഞങ്ങളുടെ വെണ്ണിക്കുളം ജംഗ്ഷനിൽ ഒരു ദിവസം ഞാനവിടെ വരുമ്പോ, അവിടെ അന്ന് വെയിറ്റിംഗ് ഷെഡൊന്നും ഇല്ല. ഒരു ഗർഭിണിയായ ഒരു സഹോദരി ഒരു കുഞ്ഞിനെയും തോളയിലിട്ടുകൊണ്ട് നിൽക്കുക. അരമണിക്കൂർ 1 മണിക്കൂർ നിന്നു. ഇരിക്കാൻ ഒരു സീറ്റും ഇല്ല. ഞാൻ എടുത്ത് തോളയിലിട്ട് മാറി മാറി പിടിച്ചോണ്ട് നിന്നിട്ട് അവര് ചുങ്കപ്പാറയ്ക്ക് പോകേണ്ട ബസ്സിന് കയറി അവര് പോയി. അത് കഴിഞ്ഞപ്പോ ഞാൻ നേരെ മല്ലപ്പള്ളി മനോരമ ഓഫീസിലേക്കാണ് ഞാൻ പോയത്. അവിടെ ചെന്ന് ഓഫീസർ ഒരു ലെറ്റർ എഴുതി വെച്ചു, ഒരു അപേക്ഷ. വെണ്ണിക്കുളം ജംഗ്ഷനിൽ വെയിറ്റിംഗ് ഷെഡ് ആവശ്യമാണെന്നും പറഞ്ഞു. 3-ാമത്തെ ദിവസം പത്രത്തിൽ പരസ്യം വന്നു. 4-ാമത്തെ ദിവസം 5-ാമത്തെ ദിവസം 2 വെയിറ്റിംഗ് ഷെഡ് അവിടെയായി. ഇന്നും ആർക്കും അറിയത്തില്ല ആരാ എഴുതി കൊടുത്തതെന്ന്. ഞാനിത് പറഞ്ഞ് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കർത്താവിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അത് ദൈവത്തിന് മാത്രം അറിയണമെന്നേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് കാര്യങ്ങള് ഇപ്പോഴും ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. ഇപ്പോൾ ഞാൻ വളരെ ശാരീരിക ക്ലേശം ഈ കഴിഞ്ഞ 2 മാസമായി വളരെ ക്ലേശത്തിലായിരുന്നു ഞാൻ. എനിക്ക് എഴുന്നേൽക്കാനോ നിൽക്കുവാനോ കഴിയില്ല. സ്വന്തമായി ഇപ്പോഴും എനിക്ക് കഴിയില്ല. എന്നെ കണ്ടാൽ രോഗം പറയില്ല. പക്ഷേ ഞാന് വീടിന് മുറിക്കുന്നു പുറത്തോട്ട് പോകാറില്ല. വീടിനകത്തൂടെ നടന്ന് എൻ്റെ ഭർത്താവാണ്, എൻ്റെ കുഞ്ഞുങ്ങളുമാണ് എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. എന്നാലും കർത്താവ് എന്തെങ്കിലും പറഞ്ഞാൽ ഞാനതങ്ങ് ചെയ്യും. ഇനിയും എൻ്റെ കർത്താവിന് വേണ്ടി ഓടുവാൻ, കർത്താവിന് വേണ്ടി എന്ത് ചെയ്യണമെന്നോ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. രഹസ്യമായി കർത്താവിന് വേണ്ടി ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ശാരീരികമായിരിക്കുന്ന കാഴ്ച എൻ്റെ നഷ്ടപ്പെട്ടു പോയി. എനിക്ക് ആരെയും കാണില്ല. എൻ്റെ കണ്ണ് മൂടി, മഞ്ഞ് മൂടിയ അനുഭവമാണ്. ബൈബിള് വായിക്കാൻ പറ്റത്തില്ല. ഇയർ ബാലൻസ് പോയതുകൊണ്ട് പ്രശ്നമുണ്ട്. ഒരുപാട് വിഷയങ്ങൾ ഞാൻ അഭിമുഖീകരിക്കുന്ന ഒരാളാണ്. പക്ഷേ ഹൃദയം ക്ഷീണിക്കുവാൻ എൻ്റെ ദൈവം അനുവദിച്ചിട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലം എന്തെല്ലാം വന്നാലും തകർന്നു പോകാതെ
ഓടുവാൻ ദൈവം ബലം തരുന്നു. ഈ 2 മാസവും തീർത്തും ഞാൻ കിടപ്പായിപ്പോയി. എന്നാൽ ഇന്ന് ഇത്രത്തോളം സംസാരിക്കുവാൻ ദൈവം എനിക്ക് അവസരമൊരുക്കി. പല ഘട്ടങ്ങളിലായി കർത്താവിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ദൈവം എനിക്ക് ഭാഗ്യം ഒരുക്കിയിട്ടുണ്ട്. ചാരിറ്റി പ്രവർത്തനങ്ങളാണ് ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഇനിയും എന്നെ വീട്ടിലും ഇരുത്തിയിരിക്കുന്നതിന്റെ പിന്നിൽ എൻ്റെ ദൈവത്തിന് എന്തോ പദ്ധതിയുണ്ട്. അത് ഞാൻ അങ്ങേയറ്റം വിശ്വസിക്കുക. എന്റെ ദൈവത്തിന് എന്തോ പദ്ധതി ഇല്ലായിരുന്നെങ്കിൽ എന്റെ ദൈവം എന്നെ വീട്ടിൽ ഇരുത്തുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഈ ചാനലിൽ കൂടി ഇത്രത്തോളം ഓർമ്മ നിൽക്കുന്നില്ലാത്തത് കൊണ്ടാണ് പല കാര്യങ്ങളിലും വിട്ടുപോയതും. കർത്താവിന് വേണ്ടി ഇനിയും പലത് ചെയ്യുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എന്നെ ഓർത്തും എല്ലാവരും പ്രാർത്ഥിക്കുന്നു, എനിക്കറിയാം. പ്രത്യേകിച്ച് ഈ ആരോമൽ TV എനിക്ക് വേണ്ടി ഈ ഒരു അവസരം ഒരുക്കിയല്ലോ. ഞാൻ എന്നുള്ള നന്ദി വന്ദനവും ഞാൻ അറിയിക്കുന്നു. അദൃശ്യമായ മണ്ഡലത്തിൽ നിന്ന് പിശാചിനോട് സാക്ഷ്യം പറഞ്ഞ എന്നെ എന്റെ കർത്താവ് ഈ ഒരു അവസരത്തിലേക്ക് അറിയുവാൻ ദൈവമക്കളെ ഉപയോഗിച്ചതോർത്ത് ഞാൻ നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നെ ഈ അവസരം ക്ഷണിച്ച ദേവദാസരോടുള്ള നന്ദി അറിയിക്കുന്നു. പല കാര്യങ്ങൾ ഇനിയും കർത്താവിന് വേണ്ടി ഓടിയതും ഓടുവാനുള്ളതും ചെയ്യാനുള്ളതും ഒക്കെ ഇനിയുമുണ്ട്. ശാരീരികമായ വളരെ ക്ഷീണം ക്ലേശമൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവിന്റെ ദാസനെ അവസരം തന്നതിന് പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട്. നമ്മുടെ നോട്ടം നമ്മുടെ കർത്താവിലായിരിക്കണം. മനുഷ്യന്റെ മുഖത്ത് നോക്കല്ലേ, തകർന്നു പോകും. ദൈവത്തിന്റെ ശബ്ദവും ദൈവത്തിന്റെ മുഖം മാത്രം നോക്കി യാത്ര ചെയ്താൽ ഒരിക്കലും നമ്മൾ തകരേണ്ടി വരത്തില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസനെ അവസരം തന്നതിന് നന്ദി അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഓക്കെ. താങ്ക് യു പ്രിയ അന്നമ്മ ആൻറ്റി. ആരോഗ്യപരമായി പല ശാരീരിക പ്രശ്നങ്ങളും ഉണ്ടായിട്ടും ഇങ്ങനെ ഒരു സാക്ഷ്യം പറയുവാൻ ആവശ്യപ്പെട്ടപ്പോൾ സന്തോഷത്തോടെ അത് അംഗീകരിക്കുകയും സമയം വേർതിരിച്ച് ഇങ്ങനെ അല്പ നിമിഷങ്ങൾ അരോമ TVയിലെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കാൻ കടന്നു വന്നതിന് പ്രിയ ആൻറ്റിയോടതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പിന്നെയും സൗഖ്യവും ആരോഗ്യവും കർത്താവ് തരട്ടെ. ചെയ്തെടുക്കുവാനുള്ള ശുശ്രൂഷകൾ ചെയ്തെടുക്കുവാനുള്ള അവസരവും അതിനുള്ള ആരോഗ്യവും കർത്താവ് തരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ അരോമ TVയിലെ പ്രേക്ഷകരെ ഇത്രത്തോളം സമയം ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരുന്നതിന് നിങ്ങളുള്ളതായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കർത്താവ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മുടെ ശരീരം ബലഹീനമാകുന്നത് എപ്പോഴാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിന് പ്രായം നിശ്ചയിച്ചിട്ടില്ല. ഏത് സമയവും മനുഷ്യൻ ശാരീരികമായി ക്ഷീണിതനാകാം, രോഗിയാകാം. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ നന്നായി പ്രയോജനപ്പെടുത്തുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നിങ്ങളായിരിക്കുന്ന ഇടത്ത് കണ്ണുകളെ അടയ്ക്കൂ. നിങ്ങളുടെ പ്രശ്നം എത്ര വലുതായിരുന്നാലും, ജീവിതത്തിൽ നിങ്ങൾ ഏത് സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയായിരുന്നാലും, ദൈവമായ കർത്താവിന് നിങ്ങളെ സഹായിപ്പാൻ കഴിയുമെന്നുള്ളതായ ആ ഒരു വലിയ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസി പ്രിയ അന്നമ്മ പത്രോസ് ആൻറ്റി അരോമ TVയിലെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു മിനിറ്റ് ഒരു വാക്കിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹമേറിയ നല്ല സമയത്തെ ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം. ഈ TV ചാനലിനെ ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു.
കർത്താവിന്റെ അഭിഷിക്ത ദാസനെയും കുടുംബത്തെയും ദൈവം കർത്താവിന് ഒരുക്കിയതിനായി ഞങ്ങൾ നന്ദി പറയുകയാണ്. ഫലത്തിൽ ദാസനെയും കുടുംബത്തെയും ദൈവം ഉപയോഗിക്കുന്നല്ലോ. കർത്താവെ, കാലമെല്ലാം തീരാറായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ദൈവത്തിന് വേണ്ടി അധികം പ്രയോജനപ്പെടുവാൻ ദൈവം ഈ കുടുംബത്തെ ദൈവം ഒരുക്കുമാറാകണമേ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ നാമം മഹത്വത്തിനായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. കർത്താവെ, ഈ കേട്ട സാക്ഷ്യങ്ങൾ അധികം ജീവനുള്ള സാക്ഷ്യങ്ങളായി ജീവിക്കുന്നതായി അനേകർക്ക് അതൊരു ചൈതന്യമുള്ള സാക്ഷ്യങ്ങളായി മാറട്ടെ. അനേകര് കർത്താവിന്റെ നാമത്തിന് വേണ്ടി എഴുന്നേൽക്കുവാനുള്ള ബലവും ധൈര്യവും കൊടുക്കട്ടെ. കർത്താവേ, സ്വർഗമേ, ഞങ്ങൾ തമ്മിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അരോമൽ ടിവിയിൽ ഉള്ള പ്രേക്ഷകർക്ക് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ ഈ കുഞ്ഞി ടിവിയുടെ പ്രേക്ഷകരെയും എന്റെ നടത്തിപ്പുകാരായിരിക്കുന്ന അഭിഷിക്തദാസനെയും കുടുംബത്തെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. കർത്താവേ, അങ്ങനെ നല്ല രോഗം മനുഷ്യന്റെ ശരീരത്തിൽ മാത്രമേ ആകാവേ കർത്താവേ, മനസ്സിന് ഹൃദയത്തിന് ഒരു രോഗവും ആർക്കും കൊടുക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതം ചെയ്തനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. വളരെ നന്ദി അന്നമ്മ പത്രോസാന്റെ. ഇത്രത്തോളം സമയം അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം ആരോഗ്യപരമായി പല പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിട്ട് സമയം വേർതിരിച്ചതിന് വളരെ നന്ദി. കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരുന്ന മാന്യ ശ്രോതാക്കളുള്ളതായ നന്ദിയും അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേൾക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. അതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാനിടയായിത്തീരും. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. വാട്സപ്പ് ചെയ്യുക. ഇന്ന് തന്നെ ഞങ്ങളെക്കുറിച്ച് ഞങ്ങളുമായി ബന്ധപ്പെടാനുള്ള അവസരങ്ങളെ വേർതിരിച്ചുകൊണ്ട് അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യമായി വീണ്ടും കാണുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com